നമ്മുടെ ലാപ്പ് ഇവിടെ ഇരിക്കുകയാണ്. അത് തന്നെ എറണാകുളത്തായിരുന്നു ലാപ്പ്. അത് ഇവിടെ കൊണ്ടുവന്ന് ഓലകെട്ടിക്ക് വടക്കോട്ട് എന്റെ ലാപ്പും പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. വടക്കോട്ടല്ല, തെക്കോട്ട്. അത് നെടുമങ്ങാട് ചിറയൻകീഴൊക്കെയാണ് എന്റെ ലാപ്പ് ലൊക്കേഷൻ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ പല പല വേലകൈവന്മാരുടെ കയ്യിലുണ്ട്. ഇങ്ങനെ പല പല കള്ളത്തരങ്ങളാ, എന്തെല്ലാവോ കള്ളത്തരങ്ങളാ. ഇനി ഈ രമേഷ് കുമാർ ഒരു നെടുമങ്ങാട്ടുകാരിയൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. കല്യാണം കഴിക്കോ അതോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയത്തില്ല. രണ്ടാമത് കെട്ടിയെന്നൊക്കെയാ പറയുന്നത്. ഭയങ്കര കള്ളരാ ഇവര്, ഭയങ്കര കള്ളന്മാരാ. നമ്മളെ എങ്ങനെയും വകവരുത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ നടക്കുന്നവന്മാരാ. CPM-ന്റെ ആൾക്കാരായോ അത്, CPM-ന്റെ. ഈ ബിജുപി എന്ന് പറയുന്നവൻ എന്റെ ആദ്യ കല്യാണം കഴിച്ചവനെ ഡിവോഴ്സ് ചെയ്തു. അവൻ ബിജുപി എന്ന് പറയുന്ന ഈ രാജമ്മ, എന്റെ ഈ അമ്മയെന്ന് പറയുന്നവരുടെ എന്താ പറയുന്നത് ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്. അവളെ ഇവിടെ കുറെ നേരം നിന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവൾ എങ്ങനെയാ വരുന്നത് ചാക്ക് കെട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാവുന്നത്. 500 ചാക്ക് കെട്ടുമായിട്ടാണ് നടക്കുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഈ പോയിസണസ് സബ്സ്റ്റൻസ് ആണ്, ഇങ്ങനെ സ്ലോട്ടിങ് പോയിസൺ ഒക്കെ. അന്നേരം നമ്മളിപ്പോ 2-3 ബാഗ് കൊണ്ടല്ലേ നമ്മൾ നടക്കുന്നത്, 1-2 ബാഗുമായിട്ട് നമുക്കുള്ളത്. അതിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ലിമിറ്റഡ് ആണ്. ഒരാൾ നോക്കിയാൽ അതിനകത്ത് എന്തൊക്കെയാണെന്ന് അറിയാനിപ്പോ. ഇവർക്ക് 500 ചാക്ക് കെട്ടായിരുന്നു. ഇതിനകത്തൊക്കെ ചാക്ക് വെച്ചോണ്ടായിരുന്നു ഈ സാധനങ്ങളൊക്കെ, ഈ സ്ലോട്ടിങ് പോയിസൺ ഒക്കെ. ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ കയ്യില്. ഇവിടെ നിന്നിട്ട് വന്നിട്ട് പോയ മരുന്നൊക്കെ ആയിട്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കരുത്. അവരുടെ ചാക്ക് കെട്ടൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈയിടയ്ക്ക്. ഇപ്പോഴും ഇന്ന് ഞാൻ എല്ലാം ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എടുത്ത് എവിഡൻസ് വെച്ചിട്ടുണ്ട് ഇവന്മാർ എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളതിന്. ഇതിങ്ങനെ ചാക്ക് കെട്ടുക. പിന്നെ ഇവിടെ പാലക്കാട്ടിൽ പോയി ഇവിടെ ഒരു ഓട്ടോക്കാരനെ വിളിക്കുന്നുണ്ട്, ഒരു മുരളി എന്ന് പറയുന്ന ഒരാൾ. അവനെ വിളിക്കുന്നു. അതുപോലെ അവന്റെ മോൻ എങ്ങനെയാ വരുന്നത്, ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ നമ്മുടെ കോമ്പൗണ്ടിലോട്ട് കയറി വരുന്നത്. അതുപോലെ ഇന്നും ഇങ്ങനെ ഇതുപോലെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുന്നവന്മാരെ. അതുപോലെ ഇങ്ങനെ പണ്ടിങ്ങനെ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന എന്റെ വീടിന് കല്ലെറിയാൻ വന്നവർ ഇങ്ങനെ ഹെൽമെറ്റും മാസ്കും ഒക്കെ വെച്ചാണ്. അതുപോലെ ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് എപ്പോഴും മാസ്ക് വെച്ചാണ് ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ ഭയങ്കരമായ കള്ളത്തരങ്ങളാണ് ഇവന്മാർ നടത്തുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ രാജമ്മ എന്ന് പറയുന്നവരുടെ ഒരു രണ്ടാമത് കല്യാണം കഴിച്ച് വെച്ചത്. ഇവരുടെ ആദ്യം ഒന്ന് കല്യാണം കഴിച്ച് അവനെല്ലാം റെഡിയാക്കിയിട്ടാണ് രണ്ടാമതൊരു പൊടിയൻ എന്ന് പറയുന്ന ഒരു നല്ലൂക്കാരായിക്കാരനെ കല്യാണം കഴിക്കുന്നത്, ചെന്നീർക്കരക്കാരൻ. അപ്പൊ അയാളുടെ ഒരു പെങ്ങളെ മോനുണ്ട് സുരേഷ് എന്ന് പറയുന്നവൻ. അവൻ കല്യാണം കഴിച്ചത് ഈ ഞാൻ ഡിവോഴ്സ് ചെയ്തവന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുനിന്ന് രണ്ടുപേരും കൂടെ കൂട്ടുകാരൊക്കെയായിരുന്നു അച്ഛന്മാര്. അപ്പൊ ഈ സുരേഷ് എന്ന് പറയുന്നവന്റെ ഭാര്യയുടെ പേര് ജനക എന്നാണ്. ഈ ജനകയുടെ അച്ഛന്റെ പേരാണ് ജനാർദ്ദനൻ. ജനാർദ്ദനൻ എന്ന് പറയുന്നവന്റെ വീടാണ് ഈ കണ്ടല്ലൂരായിരുന്നു. കണ്ടല്ലൂരാണ് ഈ ജനകയുടെ അച്ഛന്റെ അമ്മയുടെയും വീട് കണ്ടല്ലൂരാണ്. ഈ ജനാർദ്ദന്റെ സർവ്വ ഡീറ്റെയിൽസ് ഈ രാജമ്മയ്ക്ക് അറിയാം. അവൻ എങ്ങനെയാണ് പോയത്, ഈ നാട് വിട്ട് പോയതെന്നും ഈ കണ്ടല്ലൂർ ദേശം വിട്ടുപോയ ഒരിക്കലും മാലയൊക്കെ കൊണ്ടാണ് പോയത്. അപ്പൊ ആ ഡീറ്റെയിൽസ് എല്ലാം ഇവർക്ക് അറിയാം ഈ രാജമ്മയ്ക്ക്. ഇവൻ പിന്നെ ഭയങ്കര ഇമ്മൻസ്ലി റിച്ചായി. എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. വലിയ ബാർ ഹോട്ടലും ഒക്കെ ആയിട്ട് പിന്നെ എന്താ അതുപോലെ ഒരു മോനെ ഇതുപോലെല്ലാം കള്ളുകൂടിയനാക്കിയെല്ലാം നശിപ്പിച്ച് ചട്ടോ ഇല്ലയൊന്നും അറിയത്തില്ല. ഇതൊക്കെ ഒത്തിരി കഥകളൊക്കെ ഉണ്ട് ഇതുപോലെ തന്നെ. ബാർ ഹോട്ടലും ഒക്കെയാണ് ഇവർക്കുള്ളത്. അടിക്കാൻ തുടങ്ങിയിട്ട് നമ്മളിന്ന് ഒന്നും കഴിച്ചിട്ടുള്ളതല്ല, നമ്മളെ ഇവിടോട്ടങ്ങ് അടിക്കാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് രോഗങ്ങൾ. അപ്പം ഇങ്ങനെ ഇവൻ ഇപ്പൊ നമ്മളെ എൻറോൾ ചെയ്തപ്പോഴും ഒക്കെ ഇവന്ന് നമ്മുടെ രക്ഷകർത്താവാണ് നടക്കുകയായിരുന്നു. ഇവിടെ ഭർത്താവുമ്പോൾ നമ്മള് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ചപ്പോഴത്തേക്ക് ഇവള് വന്ന് നമ്മുടെ എൻറോൾമെന്റിൽ കൊണ്ടുപോകാനൊക്കെ. എന്നിട്ട് ഈ സുരേഷിന്റെ വീട്ടിലാണ് നമ്മളെ കൊണ്ടുപോയത്. ഈ ജനക എന്ന് പറയുന്നവളുടെ വീട്ടിൽ കൊണ്ടുപോയാ നമ്മള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മള് എൻറോൾമെന്റിന് വരുമ്പോൾ നമ്മളുടെ ഡ്രസ്സ് ഉണ്ടല്ലോ, ഓഫ് വൈറ്റ് സാരി, നമ്മുടെ ഓഫ് വൈറ്റ് സാരിയും
പിന്നെ കോട്ടും ഗൗണും ഒക്കെ ഇട്ട് അവിടെ നിന്നാണ് വന്നത്. അപ്പം അവരുടെ വീട് കളമശ്ശേരിയാണ് ഇവരിപ്പം താമസിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒത്തിരി കള്ളത്തരങ്ങൾ ഇവർക്കുണ്ട്. ഇവളാണ് ഈ ബിജുപി എന്ന് പറയുന്നവരെ എന്റെ തലയിൽ കെട്ടിവെച്ചത്. ഞാൻ ഇവന്റെ പുറകെ ഇവൻ എന്റെ പുറകിൽ വന്ന് എന്റെ നമ്പരെല്ലാം ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയി നമ്മളെ വിളിക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ വെച്ച് പറയുന്നു പറഞ്ഞപ്പോ അതൊക്കെ പിന്നെ ഫോണിൽ കൂടെ തന്നെ പറയണമെന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ ഇതാക്കിയത്. മനസ്സിലായില്ലേ? അങ്ങനെ ഇതാക്കിയതൊക്കെ അപ്പൊ നമ്മളെ ഇങ്ങനെ ട്രാപ്പ് ചെയ്തതാണ് ഇവൻ. നമ്മുടെ സ്വർണ്ണങ്ങളൊന്നും ഇവൻ തന്നിട്ടില്ല. ഭയങ്കര രീതിയിൽ പീഡനമായിരുന്നു. ആദ്യത്തെ ദിവസം ഇവൻ ചോദിച്ചത് എന്താണ്, നീ എത്ര പേരോടെ പോയിട്ടുണ്ടെന്നാണ്. എന്നിട്ട് ഈ കുട്ടൻ എന്ന് പറയുന്നത് കുറെ അങ്ങനെയൊന്നും അല്ല കഥകൾ, അമ്മയുടെ മകൻ ഇതൊന്നും അല്ല. അവൻ ആദ്യത്തെ ദിവസം മുതലേ ട്രൈ ചെയ്യുവാണ് ബന്ധം ഒഴിയാൻ. ബന്ധം ഒഴിഞ്ഞിട്ട് നമ്മളെ ഇവിടെ ഇനി കൊണ്ടുപോകണം. അങ്ങനെ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം ബന്ധം ഒഴിഞ്ഞു എന്നുള്ളൊരു ഇത് നിങ്ങൾ ഇവിടെ നിന്നോളൂ എന്നൊക്കെയുള്ളതായിരുന്നു ഇവരുടെയൊക്കെ ഉദ്ദേശം. ഇവരുടെയൊക്കെ ഉദ്ദേശം ഈ വീടായി ശ്രമിക്കാൻ പറ്റിയ ഉദ്ദേശമായിരുന്നു. എന്നിട്ട് എന്റെ സ്വത്തുക്കളും എല്ലാം കൂടെ അവർക്കൊന്നും കിട്ടും എന്നൊക്കെയുള്ള വലിയ ഉദ്ദേശത്തോടെയാണ് അവൾ ഇതൊക്കെ ഇതാക്കിയത്. എന്നിട്ട് അവൾ വേറൊരുത്തനെ സുഭാഷിനെ കൊണ്ട് കെട്ടിക്കാം എന്നൊക്കെ ഇവൾ വേറൊരുത്തനെ കെട്ടിക്കാന്നൊക്കെ ഇവൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഇവള് പറയുന്നവരെ വേണം നമ്മൾ കെട്ടാൻ, അല്ലാത്തവരെ നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് കെട്ടിക്കെട്ടില്ലെന്നാണ്. അപ്പൊ എനിക്കിപ്പോ ഒരു പാർട്ട്ണർ ഉണ്ട് മുക്കുപൂജ രാജസ്ഥാൻ. നമുക്കത് അറിയണം അതിനെ കൊണ്ട് കെട്ടിക്കോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നമുക്കറിയാമല്ലോ ഇവളുമാർ എന്താണ് ഇതിന്റെ പിന്നിലുള്ളതെന്നുള്ളത്. ഞാനും മുക്കും കൂടെ ജീവിക്കാൻ സമ്മതിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്നും അറിയണ്ടായിരുന്നു. അപ്പം ഇതിന് മുന്നേ ഒരാൾ വന്നാൽ ഇതുപോലെ തന്നെ ചാടിച്ചുപോലെ നെറ്റ്വർക്ക് ഒന്നും ഇല്ലാതാക്കുകയും പല പല രീതിയിലൊക്കെ ചെയ്ത് ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇതാക്കരുത്, ഇനി നമ്മുടെ വകവെത്തിയേച്ച് എന്റെ കൊച്ചിനെയും പതി ഇതാക്കണം. അപ്പൊ നമുക്ക് വരുന്ന ത്രെറ്റുകളാണ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് 4 പിള്ളേരെ പിള്ളേർ ഈയിടയ്ക്ക് മരിച്ചു. എന്നിട്ട് ആ പിള്ളേരുടെ ഖബറടക്കം ആയപ്പോഴാണ് അമ്മ അറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ത്രെറ്റുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിനെ ഇനി എന്തുവാ റെഡിയാക്കിയേക്ക് ഇനി നമ്മൾ അങ്ങനെയൊക്കെയുള്ള ത്രെറ്റുകളാണ് വരുന്നത്. എന്റെ കൊച്ചിനെ വകവരുത്തും. അതുപോലെ ഭയങ്കര കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം എന്റെ കൊച്ചിന്റെ പേര് മാളവിക ഡി എന്നായിരുന്നു. അത് അന്ന് പറഞ്ഞത് ന്യൂമറോളജി പ്രകാരം. അത് ഈ ബിജുപി പറഞ്ഞത് ഇതോ മക്കൾ വേണ്ട ഇനി. അപ്പൊ ആദ്യം തന്നെ അപ്പം ബന്ധം ഒഴിയാൻ പറ്റില്ല. പിന്നെ പറഞ്ഞത് മക്കൾ വേണ്ട, മക്കൾ ജനിച്ചാൽ ഇങ്ങനൊന്നും നടക്കാൻ പറ്റത്തില്ലെന്നതായി പിന്നത്തെ ഇത്. അപ്പൊ മക്കൾ വേണ്ടാതായി. പിന്നെ ഒരിക്കൽ പറയുന്നത് ഒരു 3 മക്കൾ വേണം ഉണ്ടാവുമെന്നൊക്കെ. അപ്പൊ എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്നെ അങ്ങ് റെഡിയാക്കിച്ചിന് 3 മക്കൾ ഭയങ്കര എല്ലാവർക്കും സന്തോഷത്തിലാണ് ഇവൻ പറയുന്നത്. എന്തൊക്കെയോ വലിയ അങ്ങ് പൂതി കണ്ടിട്ട് ഇവന്റെ സന്തോഷങ്ങളൊക്കെ ഒന്ന് കാണണമായിരുന്നു ഇവന്. ഒരിക്കൽ ഞാൻ ഇന്നും ഓർക്കുന്നു ഞാൻ ഇതുപോലെ എന്താ വെട്ടിക്കോട്ട് അമ്പലത്തിന്റെ അവിടെ ചെന്നപ്പോ ഇവന്റെ ഒരു സന്തോഷം ഏതോ കൈനോക്കുന്നാരോ ഏതൊക്കെയോ കള്ളത്തരം പറഞ്ഞത്. അതുപോലെ എന്താണ് ഇവന്റെ കൈയിലൊന്നും പ്രത്യേകിച്ച് ഒരു കുന്തവും ഇല്ല. നമുക്കറിയാം ഇവന്റെ കൈ വെറും പരട്ട കൈയാണ്. ഇവന്റെ ഇവിടെ സ്ട്രേറ്റ് ആണ്, വെറും തേർഡ് റേറ്റ് കൈയാണ് അവന്റെ. അത് വിചാരിക്കുന്ന ഒന്നും നടക്കത്തില്ല അവന്റെ. അതുപോലെ കുറെ നോക്കി ഇതുപോലെ നമ്മളെ അതുപോലെ ഇവൻ കുഞ്ഞുങ്ങളൊന്നും ജനിക്കേണ്ടെന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഈ കല്യാണം കഴിഞ്ഞാൽ ഒരാഴ്ച പോലും ആയില്ല. അതിന് മുമ്പ് ഒരു വിരുന്നിന് എന്റെ അമ്മ വീടിന്റെ സൈഡിലൊക്കെ പോയപ്പം ഒരുത്തൻ അമ്മത്തിന്റെ സൈഡിലുള്ള കൊച്ചുണ്ണൂണി എന്നാണ് അവന്റെ പേര്. അവൻ പറയുകയാണ് എന്നോട്, അനിയത്തി കയറി മണ്ഡപത്തിൽ ഇരുന്നേനല്ലോന്ന്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ഗൂഢമായ ഉദ്ദേശത്തോടെയാണ്. അപ്പൊ അനിയത്തിയെ കൊണ്ട് ഇതാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇവന്മാർ ഇതെല്ലാം ശരിയാക്കിയത്. പക്ഷെ ഒന്നും നടന്നില്ല ഇതുവരെ ഇങ്ങോട്ട്. അത് കഴിഞ്ഞ് ചെല്ലമുരളി 2017 ഓഗസ്റ്റ് 28 മരിക്കുന്നത്. അപ്പൊ ആദ്യമൊക്കെ പറഞ്ഞ് സൈലന്റ് അറ്റാക്ക്. അപ്പം നമുക്കതൊന്നും അറിയത്തില്ലായിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ വെച്ചപ്പം കുറച്ച് ആൾക്കാർ ഇവരുടെ ഈ എന്റെ അമ്മ വീട്ടിലെ കുറച്ച് ആൾക്കാർ തന്നെ പറഞ്ഞു മധുരക്കോഴിക്ക് പറഞ്ഞു ഒറ്റയ്ക്ക് താമസിച്ചത് കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണം. പക്ഷെ അത് ഞങ്ങളൊന്ന് അവോയ്ഡ് ചെയ്തു, ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളോടൊരു പോലീസുകാർ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത് എന്താണ് മരണകാരണം അറിയാൻ. അപ്പൊ മരണകാരണം അറിയാതെ ഇവർ സൈലന്റ് അറ്റാക്ക് ആണെന്ന് പറയാനപ്പം ഇവർക്ക് പറ്റത്തില്ലല്ലോ. അപ്പൊ ഇവർ ചുമ്മാ പറഞ്ഞുണ്ടാക്കും സൈലന്റ് അറ്റാക്ക്. അപ്പം മരണകാരണം അറിയാത്തതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത്. ഇവർ മരിച്ചു കിടക്കുന്നതോ എന്തൊക്കെയോ ഒക്കെയാണ് കണ്ടതെന്ന് തോന്നുന്നു. എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും പോലീസ് പറഞ്ഞ് എന്തോ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഇവർ ചെയ്യിക്കുന്നില്ല. അങ്ങനെയാണ് അതോ ആത്മഹത്യ കെട്ടിത്തൂങ്ങി നിൽക്കുന്നതാണല്ലോ. പക്ഷെ കഥകളൊക്കെ വരുന്നത് പിന്നെ ഇവിടെ വന്ന് അതുപോലെ എന്നിട്ട് 2017 ഇത് മരണമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഈ ബിജുപിയുടെ വീട്ടിലോട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അന്നേരം അവിടെ ചെല്ലമുരളിയുടെ ഒരു പെങ്ങളെ ഒരു ഭർത്താവ് പറയാണ് വള വാങ്ങിച്ചു കൊടുക്കണം, കൊണ്ടുപോകുമ്പോ പുതിയ സാരി വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനത്തെ തമിഴ്നാട്ടിൽ വല്ല കഷ്ടമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് നമ്മളോട് ഇവരങ്ങ് പറയുവാണ് ചെല്ലമുരളിക്ക് മോക്ഷം കിട്ടി. നമ്മൾ തിരക്കിയില്ല മോക്ഷം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ അങ്ങനെയൊന്നും തിരക്കുന്നേ ഇല്ല. പക്ഷെ നമ്മളോട് ഇവൻ ഈ മുരളിയുടെ പെങ്ങളെ ഒരു ഭർത്താവ് വന്ന് ഇനി നമ്മളോട് തന്നെ പറയുകയാണ്
മോക്ഷം കിട്ടിയെന്നൊക്കെ. നമ്മളെ എന്തിനാണ് അവർക്ക് കൺവിൻസ് ചെയ്യിക്കേണ്ട കാര്യം? മോക്ഷം കിട്ടിയോ ഇല്ലയോ ഇവൻ നമ്മളെ കൺവിൻസ് ചെയ്യിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എന്തൊക്കെയോ